വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ മുണ്ടത്തിക്കോട് നിന്നും കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചു. പുരയിടങ്ങളിലും മറ്റും നടത്തിയ തിരച്ചിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ദുരന്ത പ്രദേശത്ത് വിവിധ ടീമുകളായി തിരിഞ്ഞ് പോലീസ് പരിശോധന നടത്തുകയാണ്. 10 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ടീമിനെ SI, ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് നയിക്കുന്നത്. തെരച്ചിലിന് പ്രദേശവാസികളും പങ്കാളികളാക്കാനാണ് തീരുമാനം. അപകട സ്ഥലത്ത് നിന്നും ഇന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ റഹീം, എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി പരിശോധന പൂർത്തിയാക്കി. അവിടെ നിന്ന് ഏത് ശരീരഭാഗം എവിടെ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായും തന്നെ കണ്ടെത്തി തന്നെ ഈ ഒരു സ്ഥലം സീസ് ചെയ്യണം എന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് പരിശോധനയും തുടരുന്നത്. രുചിഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 3/4 കിലോമീറ്റർ അകലെ നിന്നൊക്കെയാണ് ഓരോ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് രാവിലെ മുതൽ തന്നെ ആ സംഭവം നടന്ന, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ടീമുകളായി തിരിഞ്ഞ്, അതായത് ഒരു ടീമിൽ 10 പേര് അടങ്ങുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അങ്ങനെ ഒരു ടീമായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതിനെ ഒരു ASI അല്ലെങ്കിൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് നയിക്കുന്നത്. ഏതായാലും അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു തല, അതോടൊപ്പം തന്നെ കൈയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള പരിശോധന പുരയിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ രീതിയിൽ ശരീര അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൈയും അതോടൊപ്പം തന്നെ തലയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ, അതായത് സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തെ ഭാഗത്ത് നിന്ന്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കാര്യമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുക്കുന്നത്. ഈ കാണാതായ ആളുകളുടെ സംബന്ധിച്ച ഒരു കൃത്യമായ കണക്കുകളിലേക്ക് വരുന്നുണ്ടോ? അതിലേക്ക് എത്തിയിട്ടില്ല രുചിഷ്. പ്രധാനമായും ഈ കണക്കുകളിലൊരു കൃത്യത വരണമെങ്കിൽ സ്വാഭാവികമായും ഈ DNA പരിശോധന ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഇത് പുറത്തു വന്നു എങ്കിൽ മാത്രമേ DNA പരിശോധനാ ഫലം പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇത് ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഇതുവരെ നമുക്ക് ലഭ്യമാകുന്നവരനുസരിച്ച് 34 പേർ എന്നുള്ളതാണ്. കാരണം ഇതിൽ 10 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 10 പേർ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കൂടാതെ 10 പേർ ഇതിനോടകം തന്നെ വീടുകളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. കൂടാതെ 2 പേർ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരാണ്. അപ്പോൾ അങ്ങനെ 34, കൂടാതെ 2 പേർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 34 എന്നൊരു കണക്കിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 34 എന്നൊരു കണക്കിലേക്ക് നിലവിലെത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് 40-ലധികം, 42 എന്നൊക്കെയാണ് ചില ആളുകൾ, ദൃക്സാക്ഷികൾ നൽകിയിരിക്കുന്ന വഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകൾ 42 അല്ലെങ്കിൽ 40 എന്നൊരു കണക്കാണ് നിലവിലുള്ളത്. പക്ഷേ അതൊരു ഔദ്യോഗിക കണക്കല്ല. ആ കണക്കിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും DNA പരിശോധനാ ഫലം അടക്കം വരേണ്ടതുണ്ട്. അത് വന്നു എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു കൃത്യമായ കണക്കിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന, അതായത് രക്ഷപ്പെട്ട ആളുകൾക്ക് പോലും കൃത്യമായി അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള കണക്കുകളിലേക്ക് ഒരു വ്യക്തത വരണമെങ്കിൽ DNA പരിശോധനാ ഫലം പുറത്തു വരണം. കാരണം ഈ ലഭിച്ചിരിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടേത് തന്നെയാണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടേതാണോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം ഏകദേശം 103 എന്നുള്ളതായിരുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് ഉള്ള വിവരം. അത് ഇപ്പോൾ ഈ ലഭ്യമായ ശരീരാവശിഷ്ടങ്ങൾ കൂടി വരുമ്പോൾ ആ എണ്ണത്തിൽ മാറ്റം വരും. ആ രീതിയിൽ തന്നെ എണ്ണ മാറ്റം വരുമ്പോൾ അത് എത്ര പേരുടേതാണെന്നതിൽ കണക്ക് വ്യക്തമാകണമെങ്കിൽ DNA പരിശോധന ഫലം വരേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 143 എന്ന കണക്കിലേക്ക് DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ തന്നെ കൂടുതൽ ആളുകളിലേക്കൊക്കെ, അതായത് കൂടുതൽ ഇപ്പോഴും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ പലയിടത്തു നിന്നും കണ്ടെത്തുന്നുണ്ട്. ഇന്നലെയൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു പരിശോധന നടന്നിരുന്നു ആ പ്രദേശത്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലും പറഞ്ഞത് ആ ദിവസം പരിശോധന പൂർത്തിയാക്കാൻ പറ്റും എന്ന തരത്തിലായിരുന്നു പോലീസ് അത് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴും ശരീരഭാഗങ്ങൾ കിട്ടുന്നത് ആ മേഖലയിലേക്ക് ഇന്നലെ എത്താത്തത് കൊണ്ടാണോ, എന്താണ് അത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്?
പ്രധാനമായും രുചിഷ് ഈ അപകടം നടന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയിരുന്നത്. അതായത് ഈ വെടി പൊട്ടി അതിൻ്റെ സ്വാഭാവികമായും ഇത് ചെന്ന് വീഴാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നത്. ആ സമയത്ത് കൂടുതൽ ശരീരാവശിഷ്ടങ്ങളടക്കം ലഭ്യമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ അപകടം നടന്ന സ്ഥലത്തിനോട്, അതായത് തെറിച്ച് വീണിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആ രീതിയിൽ അങ്ങനെ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ സംഘവും കേടാവർ നായും ഉൾപ്പെടെ അവിടെ എത്തി പരിശോധനയൊക്കെ നടത്തിയത്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു ശരീരാവശിഷ്ടം ഏകദേശം 3/4 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്. അതുകൊണ്ടിട്ടാണ് ഈ പോലീസിനെ വിവിധ ആളുകൾ, അതായത് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതിനൊരു SI അല്ലെങ്കിൽ ഒരു ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിന് ലീഡ് ചെയ്യുന്ന തരത്തിൽ അവർ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് വീടുകൾ, സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾ, ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലങ്ങൾ, കാടുമൂടിയ പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ പരിശോധന തുടരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനത്തെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ ഒരുപാട് ദൂരേക്ക്, അത് കഴിഞ്ഞ ദിവസം കിട്ടിയതുപോലെ 3/4 കിലോമീറ്റർ അപ്പുറത്തേക്ക് നിന്നാണ് ശരീരഭാഗങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയ സ്ഫോടനമുണ്ടായ ആ മേഖല മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എല്ലാ ശരീരഭാഗങ്ങളും കണ്ടെത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. മറ്റ് വാർത്തകൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണ്.